എന്നാടി എന്നാ പറ്റി? എന്നെ ബസ് വെച്ച് ഒരുത്തൻ. എന്നിട്ട് ഞാൻ ബഹളം വെച്ചു, ഒരാൾ പോലും മൈൻഡ് ചെയ്തില്ല. ഞാൻ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങി. എന്നിട്ട് കണ്ടക്ടർ പറഞ്ഞില്ലേ? കണ്ടക്ടർ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്ന നമ്പറുകളാണ്. ഇടി, നിനക്കാണ് ഒരു വീഡിയോ എടുക്കാൻ മേലായിരുന്നോ? ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചതാ. അതെടുത്ത് കാണിച്ചപ്പോ അവര് പറയുന്നത് ഞാൻ വൈറലാകാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതാണ്. വീഡിയോ കാണിച്ച് ജോളി പറഞ്ഞ നേരാണല്ലോ. ആ പണം ശരിക്കും അവിടെ കയറി ശല്യപ്പെടുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാ. ആ വണ്ടിയിലുള്ള ഒരാൾ പോലും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. എന്നാടാ ചെയ്യുന്നേ? ആ നാളെ പൊക്കണ്ട നമുക്ക്. ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കുക തന്നെ. അതെന്നെ അർത്ഥമാണ് നീ പറയുന്നത്? നാളെ നിന്റെ പെങ്ങക്കോ നിന്റെ കെട്ടിയൊക്കെ അവസ്ഥയോടെ നീ സഹിക്കൂ? എടാ, കഴിഞ്ഞ ദിവസം വാർത്ത നീ കണ്ടതല്ലേ? ഇതുപോലെ ഒരുത്തി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കി ഒരാളെ അവമാനിച്ചു. അയാൾ പോയി ആത്മഹത്യയും ചെയ്തു. അതിന് എടാ, ഇനി ഏതെങ്കിലും പെമ്പിളർ ഇവിടെ പോലെ ഒറിജിനലായിട്ട് കരഞ്ഞാൽ പോലും ആരെയും സഹായിക്കൂ? ഇതെല്ലാം ഫേക്കാന്ന് പറയത്തില്ലേ? ഇനി ഈ ഞരമ്പന്മാരൊക്കെ ഇതൊരു അവസരമാക്കും. വൈറലാകാൻ വേണ്ടി കണ്ടന്റ് തപ്പി നടക്കുന്ന കുറെ അലവലാദികൾ കാരണം ഇനി ഈ ഞരമ്പന്മാരെല്ലാം കിടന്ന് അർമാദിക്കും. അനുഭവിക്കുക തന്നെ.